CA ഫൗണ്ടേഷൻ ICAI, അതായത് CA ഫൗണ്ടേഷൻ എഴുതുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് ICAI നമ്മുടെ റിവിഷൻ ടെസ്റ്റ് പേപ്പർ റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കുറേ പേര് കണ്ടു കാണും. നമ്മൾ സൈറ്റ് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ ഇയറിലായിട്ട്, അതായത് കഴിഞ്ഞ മാസങ്ങളിലായിട്ട് നടന്ന എക്സാമുകളിൽ പേപ്പർ 4 ബിസിനസ് എക്കണോമിക്സിൽ 4 സെറ്റ് ഓഫ് RTP അവൈലബിൾ ആണ്. നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ആ 4 സെറ്റും ഇവിടെ ഡിസ്കസ് ചെയ്യാണ്. അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു കണ്ടന്റ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, തുടങ്ങിയാലോ? അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് പേപ്പർ 4 ബിസിനസ് എക്കണോമിക്സ് സെപ്റ്റംബർ 2024 റിലീസ് ചെയ്ത RTP ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഏകദേശം 25 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നോക്കാം ഓരോന്നോരോന്ന് എങ്ങനെയാണെന്നുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? The indifference curve of two substitute will be. രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് എങ്ങനെയാവും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാവും? സ്ട്രൈറ്റ് ലൈൻ ആവോ, യു ഷേപ്പ്ഡ് ആവോ, സി ഷേപ്പ്ഡ് ആവോ, എൽ ഷേപ്പ്ഡ് ആവോ? നോക്ക് വേണ്ട. ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ്? സ്ട്രൈറ്റ് ലൈൻ മോഡാണ്. ശരിയല്ലേ? അതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ. ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ IC കർവ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? സ്ട്രൈറ്റ് ലൈൻ ഫോം ആയിരുന്നു അല്ലേ? പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് ദ എക്സ്റ്റേണൽ കോസ് ഓഫ് ബിസിനസ് സൈക്കിൾ. ബിസിനസ് സൈക്കിളിൻ്റെ എക്സ്റ്റേണൽ കോസ് അല്ലാതെ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ്. പോസ്റ്റ് വാർ എക്സ്റ്റേണൽ കോസിൽ വരുന്നതാണ്. ടെക്നോളജിക്കൽ ഷോക്സ്, ടെക്നോളജി ഡെവലപ്പ് ആവുന്നതും അതിൽ ഇന്നോവേഷൻ വരുന്നതും ഒക്കെ പുറത്തുനിന്ന് വരുന്നതാണ്. പോപ്പുലേഷൻ ഗ്രോത്ത് പുറത്തുനിന്ന് വരുന്നതാണ്. ഏറ്റവും ലാസ്റ്റ് ഫൈനലി ഡി, മണി സപ്ലൈ. മണി സപ്ലൈ എന്ന് പറയുന്നത് ബിസിനസ് സൈക്കിളിന് ഉള്ളിൽ വരുന്ന കാര്യമായതുകൊണ്ട് തന്നെ സോ അത് എക്സ്റ്റേണൽ കോസിൻ്റെ വരുന്നതല്ല. ഓക്കെ, RBI റെഗുലേറ്റ് ചെയ്യുന്നതാണ് മണി സപ്ലൈ എന്ന് പറയുന്നത്. ബിസിനസ് സൈക്കിൾ RBI റെഗുലേറ്റ് ചെയ്യുന്ന മണി സപ്ലൈ. നമ്മൾ പറഞ്ഞു ഈ 3 എണ്ണം അല്ല, പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ അല്ല, ടെക്നോളജി ഷോക്സ് അല്ല, പോപ്പുലേഷൻ ഗ്രോത്ത് അല്ല. ആൻസർ വരുന്ന ഏതാണ്? മണി സപ്ലൈ ആയിരിക്കും ആൻസർ വരിക കേട്ടോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അണ്ടർ വിച്ച് മാർക്കറ്റ് ഫോം ദ ഡിമാൻഡ് കർവ് ഈസ് ചീപ്പർ ആസ് കമ്പയർഡ് ടു മോണോപോളിസ്റ്റ് കോമ്പറ്റീഷൻ. വിച്ച് മാർക്കറ്റ് ഫോം, ഏത് മാർക്കറ്റ് ഫോമാണ് ഡിമാൻഡ് കർവ് ചീപ്പറായിട്ട് മോണോപോളിസ്റ്റ് കോമ്പറ്റീഷനെ വെച്ച് നോക്കുന്ന സമയത്ത് ഏത് മാർക്കറ്റ് കർവാണ് ചീപ്പറായിട്ട് പോകണമെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാ? മോണോപ്പൊളി ആണോ, ഒലിഗോപ്പൊളി ആണോ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണോ, നൺ ഓഫ് ദിസ് ആണോ? ഓഫ് കോഴ്സ് മോണോപ്പൊളി ആണ്. മോണോപ്പൊളി കർവാണ് ആ രീതിക്ക് പോകുന്നത്. പിന്നെ മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് എ സ്ലോപ്പ് ഓഫ് MP. മാർജിനൽ പ്രൊഡക്റ്റ് അഡീഷണൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിനെയാണ് നമ്മൾ മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിരുന്നത്. മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് എ സ്ലോപ്പ് ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് കർവ് ആണോ? മാർജിനൽ പ്രൊഡക്റ്റ് കർവ് ആണോ? അതോ ആവറേജ് പ്രൊഡക്റ്റ് കർവ് ആണോ? ടോട്ടൽ പ്രൊഡക്റ്റ് കർവ് ആണോ? ഇംപ്ലിസിറ്റ് പ്രൊഡക്റ്റ് കർവ് ആണോ? ഏത് ആൻസർ വരിക? ടോട്ടൽ പ്രൊഡക്റ്റ് കർവിൻ്റെ സ്ലോപ്പാണ്. TPയുടെ സ്ലോപ്പാണ് നമ്മൾ എന്തായിട്ട് മാറ്റുന്നത്, എന്തായിട്ട് കണക്കാക്കുന്നത്? മാർജിനൽ പ്രൊഡക്റ്റിൻ്റെ സ്ലോപ്പായിട്ട് കണക്കാക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടില്ലേ, മുകളിൽ ഇങ്ങനെ പോയിട്ട് താഴേക്ക് വരിക, ഇതിങ്ങനെ പോവുക, അങ്ങനെയുള്ള കർവുകളൊക്കെ നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടല്ലോ. അതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് C ആണ്. ഞാൻ മൊത്തത്തിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ആവുന്നുണ്ടോ? ശരി, ആൻസർ മാത്രം എഴുതാം കേട്ടോ. C ആണ് ആൻസർ വരുന്നത്. ഇനി ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് എ ഗുഡ്, ഒരു സാധനത്തിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കണം? ഒറ്റ ടേം മനസ്സിൽ വിചാരിക്കുക. ഒന്നില്ലെങ്കിൽ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്, നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് എന്ന് ക്വസ്റ്റ്യനിൽ ഉണ്ടോ നോക്കുക, അല്ലെങ്കിൽ സാക്രിഫൈസ് എന്നൊരു വേർഡ് ഉണ്ടോ നോക്കുക. ഏതെങ്കിലും ഉണ്ടോ നോക്കാം കേട്ടോ. ദ ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് യൂസിങ് സേവിങ്സ്, ലോസ് എന്ന് വന്നിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. ടൈം ലോസ്റ്റ് എന്ന് വന്നിട്ടുണ്ട്. ദ ക്വാളിറ്റി ഓഫ് അതർ ഗുഡ് സാക്രിഫൈസ്ഡ് ടേം വന്നു അല്ലേ. അപ്പോൾ ആ ടേം കണ്ടാൽ തന്നെ ഉറപ്പിക്കുക എന്താ ആൻസർ വരിക? C, സാക്രിഫൈസ്. ഒന്ന് സാക്രിഫൈസ് ചെയ്ത് വേറൊന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു കോസ്റ്റിനെ പറയുന്ന പേരാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നുള്ളത്. സോ ആൻസർ ഏത് വരും? C ആൻസർ വരും. ഓക്കെ, ഇനി അണ്ടർ വിച്ച് മാർക്കറ്റ് ഫോം പ്രൈസ് ഡിസ്ക്രിമിനേഷൻ കാനോട്ട് പെർസിസ്റ്റ്. ഏത് മാർക്കറ്റ് ഫോമിലാണ് എന്താ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ വരുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. എന്താണ്? ഒലിഗോപ്പൊളി ആണോ, മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണോ, മോണോപ്പൊളി ആണോ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണോ? പ്രൈസ് ഡിസ്ക്രിമിനേഷൻ കാനോട്ട് എന്നാണ് കേട്ടോ. കാനോട്ട് ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാനോട്ടാണ് ഏതിലാണ് വരിക? പെർഫെക്റ്റ് കോമ്പറ്റീഷനിലാണ് വരുന്നത്. ഓക്കെ, certain benefit an industry gets and when it expands in the scale of production is known as.
ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബെനിഫിറ്റ്സുകൾ കിട്ടും, സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ്റെ കേസസിലൊക്കെ കുറച്ച് ബെനിഫിറ്റ്സുകൾ കിട്ടും. അതിനെ പറയുന്ന പേര് എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? സർട്ടൻ ബെനിഫിറ്റ്സ് ആസ് ആൻ ഇൻഡസ്ട്രി ഗെറ്റ്സ് ആൻ എക്സ്പാൻഡ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ. സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ എക്സ്പാൻഡ് ചെയ്യാൻ പാകത്തിന് ഒരു ഇൻഡസ്ട്രി കിട്ടുന്ന ബെനിഫിറ്റുകൾ ഏതിലാണ് വരുന്നത് എന്നുള്ളതാണ്, ഇന്റേണൽ എക്കണോമിക്സിലാണ് അത് ആ ഒരു കാര്യങ്ങൾ വരുന്നത്. ഓക്കെ. പിന്നെ സപ്പോസ് വി ആർ ഡ്രോയിങ് എ സപ്ലൈ കാർ ഓഫ് എ ഫാമർ വിച്ച് ദ ഫോളോയിങ് വിൽ ബി ഹെൽഡ് കോൺസ്റ്റന്റ്. അപ്പോൾ നമ്മൾ സപ്ലൈ കർവ്, ഒരു ഫാമർ സപ്ലൈ കർവ് വരയ്ക്കുകയാണെങ്കിൽ അത് എങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ ചെയ്യാം? സപ്ലൈ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരിക? ഇങ്ങനെയല്ലേ വരിക? എസ് എസ്, ഇവിടെ പി, ഇവിടെ ക്യൂ അല്ലേ? ഇങ്ങനെയല്ലേ വരുന്നത്. സോ എങ്ങനെയാണത് നമ്മൾ കണക്കാക്കുന്നത്? ദ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി അണ്ടർ കൺസിഡറേഷൻ, പ്രൈസും ക്വാണ്ടിറ്റി നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സപ്ലൈ കർവ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് വിൽ ബി സ്ട്രോങ്ങർ വെൻ. എപ്പോഴാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് സ്ട്രോങ്ങർ ആവുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴാണ്? ഗുഡ്സ് ക്ലോസസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആകുമ്പോഴാണോ? ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന് കുറഞ്ഞ വിലയിൽ കിട്ടുന്ന സമയത്താണോ? പിന്നെ ഇൻകൺവീനിയൻസ് ആവുന്ന സമയത്താണോ? ഓൾ ഓഫ് ദിസ് ആവുന്ന സമയത്താണോ? എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ക്ലോസ്ഡ് ആണെങ്കിൽ വരും, നമ്മൾ ഒന്ന് മാറ്റി വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എടുക്കുകയാണെങ്കിൽ വരും, ലോവർ ഇൻകൺവീനിയൻസിനെ കൊണ്ട് വേറൊന്നിലേക്ക് മാറുകയാണെങ്കിൽ വരും. സോ ഓൾ ഓഫ് ദിസ്. പിന്നെ ഗ്ലോബലൈസേഷൻ ഇൻഡിക്കേറ്റ് റാപ്പിഡ് ഡാഷ് ബിറ്റ്വീൻ കൺട്രീസ്. എന്താ വരിക? കോമ്പറ്റീഷൻ ബിറ്റ്വീൻ കൺട്രീസ് എന്ന് വരിക. കോമ്പറ്റീഷൻ ആണോ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്? അല്ല. ഇൻവെസ്റ്റ്മെന്റ് ആണോ? അല്ല. ഇന്റഗ്രേഷൻ ആണോ? അതെ, ഇന്റഗ്രേഷൻ ബിറ്റ്വീൻ കൺട്രീസ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇന്റഗ്രേഷനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിരുന്നത്? ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഗ്ലോബലൈസേഷനിൽ ചേഞ്ച് എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങളിലെ ചേഞ്ചസ് വെച്ചിട്ടാണ് നമ്മൾ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. സോ സി ആണ് ആൻസർ വരുന്നത്. പിന്നെ ഇൻ ഓർഡർ ടു ഇൻഫ്ലുവൻസ് ദ സ്പെൻഡിങ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ഷോർട്ട് റൺ. ഷോർട്ട് റണ്ണിൽ ക്വസ്റ്റ്യൻ മൊത്തം കൂടെ വായിക്കാം. ഷോർട്ട് റൺ ഈസ് ഡയറക്ട്ലി ഇൻഫ്ലുവൻസിങ് ദ ഇൻട്രസ്റ്റ് റേറ്റ്. എന്തോ ഒരു കാര്യം ഡയറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇൻട്രസ്റ്റ് റേറ്റിനെ ഡയറക്റ്റായിട്ട് ഷോർട്ട് റണ്ണിൽ എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ് പറയണത്. ഏത് കാര്യം നോക്കാം, ഏത് പോളിസിയാണ് നോക്കാം കേട്ടോ. ഏത് പോളിസിയാണ് വരിക? ഫിസിക്കൽ പോളിസി. ഫിസിക്കൽ പോളിസി ഗുഡ്സ് ആയിട്ട് റിലേറ്റഡ് ആണ്, പക്ഷേ ഡയറക്റ്റായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും ഫിക്സ് ചെയ്യില്ല. ഇൻട്രസ്റ്റ് റേറ്റ് വരണമെങ്കിൽ അവിടെ എന്ത് വേണം? പൈസ വേണം. പൈസ വേണമെങ്കിൽ അവിടെ എന്ത് വേണം? മോണിറ്ററി പോളിസി വേണം. ഇങ്ങനെ ഹിൻഡോട് കൂടി പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് കത്തും. മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ പൈസ ഇടപാടുകളായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മോണിറ്ററി പോളിസി എന്ന് പറയാം. ഇൻട്രസ്റ്റ് റേറ്റ് പൈസയായിട്ട് ഇടപെട്ടതല്ലേ. സോ നമുക്ക് ആ ഒരു ആൻസർ അവിടെ എഴുതാം. ഓക്കെ. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് നോക്കിക്കേ. ദ ലോ ഓഫ് കൺസ്യൂമർ സർപ്ലസ് ഈസ് ബേസ്ഡ് ഓൺ. ലോ ഓഫ് കൺസ്യൂമർ സർപ്ലസ് ഏതുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ആണോ, അതോ റിലേറ്റഡ് പ്രിഫറൻസ് തിയറി ആണോ, ലോ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആണോ? ഉറപ്പായിട്ടും എന്തായിരിക്കും ആൻസർ വരിക? ചാൻസ് എന്താ? ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. അവിടെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. അതായത് ഈ ഏറ്റക്കുറച്ചിലുകളെല്ലാം അറിയുന്നത് അവിടെയാണ്. സോ ഇറ്റ്സ് ആൻസർ ഈസ് ഡി. പിന്നെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? 13ാമത്തെ ക്വസ്റ്റ്യൻ. ദ 4 phases ഓഫ് ബിസിനസ് സൈക്കിൾ. ബിസിനസ് സൈക്കിളിൻ്റെ 4 phases ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാ പറയാ? പീക്ക്, റിസഷൻ, റഫ് ആൻഡ് ബൂം ആണോ? ഇതൊന്നും വായിക്കേണ്ട ആവശ്യമില്ല. ആൻസർ ഏതാണ്? സി അല്ലേ? റിക്കവറി വരെ വരുന്നതാണ് ആൻസർ വരുന്നത്. പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ബബിൾ ട്രസ്റ്റ് ഓഫ് 2000 ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. IT ബബിൾ ബേസ്റ്റ്. ITBB എന്ന് വേണമെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറയാം. അത് ഏതിൻ്റെ എക്സാമ്പിൾ ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതിൻ്റെ എക്സാമ്പിൾ ആണ്? ബിസിനസ് സൈക്കിൾ എന്നുള്ള ചാപ്റ്ററിലാണ് നമ്മൾ ഈ ഒരു ടേം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോസ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് നെറ്റ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു. ഗ്രോസ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റും നെറ്റ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്തിനോട് ഈക്വൽ ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ജി, അതായത് ഗ്രോസ് ഡൊമസ്റ്റിക്കും. ഗ്രോസിന്ന് നെറ്റ് കുറച്ചാൽ ഡിപ്രീസിയേഷൻ കിട്ടും അല്ലേ? അല്ലേ? അതെ. ഇനി ഗ്രോസ് കൂടെ ഡിപ്രീസിയേഷൻ കൂട്ടിയാൽ നെറ്റ് കിട്ടും ആ വാല്യൂ. അപ്പോൾ ആൻസർ എന്താ വരിക? 15. 5ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ GDP NDP തമ്മിലുള്ള ഡിഫറൻസ് ആണ് ആൻസർ വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അസ്യൂം യു ഡിപ്ലീറ്റ് യുവർ സേവിങ്സ് ടു ബൈ എ ന്യൂ സോഫ ആൻഡ് സം ഗവൺമെൻറ് ബോൺസ് ആൻഡ് ദെൻ ടേക്ക് എ വെക്കേഷൻ ഫോറിൻ കൺട്രി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ? പുതിയ സോഫ വാങ്ങുക, ഗവൺമെൻറ് ബോൺസ് വാങ്ങുക, അല്ലെങ്കിൽ ഒരു ഫോറിൻ കൺട്രിക്ക് വെക്കേഷൻ ട്രിപ്പ് എടുക്കുക. ഏതാണ്
ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൺസംഷൻ കൂടുകയാണോ ചെയ്യുന്നത്, നെറ്റ് എക്സ്പോർട്ട് കൂടുകയാണോ ചെയ്യുന്നത്, ഗവൺമെൻറ് പർച്ചേസ് കൂടുകയാണോ ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുകയാണോ ചെയ്യുന്നത്? ഓട്ടോമാറ്റിക്കായിട്ട് അറിയാം നമുക്ക് എന്ത് കൂടുകയാണ് ചെയ്യുന്നത്, കൺസംഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ 16A. 16ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ A ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ 17ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ സിമിലാരിറ്റി ബിറ്റ്വീൻ ദ സബ് പ്രൈം ക്രൈസിസ് ആൻഡ് ഗ്രീസ് ക്രൈസിസ്? രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ സിമിലാരിറ്റീസ് എന്തൊക്കെയായിരുന്നു? ഡിഫറൻസ് അല്ല, സിമിലാരിറ്റീസ് ആണ്. ക്വസ്റ്റ്യൻസ് നന്നായി വായിക്കണം, അല്ലെങ്കിൽ എന്നെ പോലെ അബദ്ധം പറ്റും. സോ സിമിലാരിറ്റീസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ സിമിലാരിറ്റീസ് വരിക? ഹൈ ഫിനാൻഷ്യൽ ലിവറേജ് ആണോ, ലോ ഇൻട്രസ്റ്റ് റേറ്റ് ആണോ, ക്രെഡിറ്റ് എക്സ്പാൻഷൻ ആണോ? മൂന്നും എന്തിൽ വരുന്നതാണ്? ഈ ക്രൈസിസിൽ വരുന്നതാണ്. സോ ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ വരുന്നത്. പിന്നെ എമംഗ് ദ ഫോളോയിങ് കനോൺസ് ഓഫ് ടാക്സേഷൻ വിച്ച് ഹാസ് ബീൻ ഗിവൺ ബൈ ആഡം സ്മിത്ത്. ആഡം സ്മിത്ത് കൊണ്ടുവന്നിട്ടുള്ള ടാക്സേഷൻ അതിൽ ഏതാന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ ടാക്സേഷൻ വരുന്നത്? കാനോൺ ഓൺ ഇക്വിറ്റി. ഇതിലൊന്നും ഡൗട്ട് വരാനില്ല, അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇതൊന്നും ഡൗട്ട് വരേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് വർക്ക്സ് ടു എൻകറേജ് എ കൺസ്യൂമർ ടു പർച്ചേസ് മോർ ഓഫ് എ പ്രൊഡക്റ്റ് വെൻ ദ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഈസ് ഫാളിംഗ് ബിക്കോസ്. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് പ്രകാരം ഒരു കൺസ്യൂമർ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു സാധനത്തിൻ്റെ വില കുറയുന്ന സമയത്ത് ആ പ്രൊഡക്റ്റ് കൂടുതലായിട്ട് വാങ്ങുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. സോ അതിൻ്റെ റീസൺ എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? കൺസ്യൂമേഴ്സിന് ഇൻകോ കുറയോ കൂടുകയോ ചെയ്യും കൊണ്ടാണോ? അതാണ് 2 ഓപ്ഷൻ. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്, 3ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ദ പ്രൊഡക്റ്റ് ഈസ് നൗ റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ് ദാൻ ബിഫോർ. ലെസ് എക്സ്പെൻസീവ്, ആദ്യത്തെക്കാളും വില കുറയും കൊണ്ട്, എക്സ്പെൻസീവ് കുറയുന്നുണ്ട്. പിന്നെ അതർ പ്രൊഡക്ട്സ് ആർ നൗ ലെസ് എക്സ്പെൻസീവ്. ബാക്കിയുള്ള പ്രൊഡക്റ്റ് വില കുറഞ്ഞു വിചാരിച്ചിട്ട് നമ്മൾ ഇത് വാങ്ങേണ്ട കാര്യമില്ല. സോ ആൻസർ എന്ത് വരും? 19C ആൻസർ വരും. പിന്നെ 20ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ദ മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഫോർ എ കമ്മോഡിറ്റി ഹാസ് നെഗറ്റീവ് സ്ലോപ്പ് ദെൻ ദ മാർക്കറ്റ് സ്ട്രക്ചർഡ് മസ്റ്റ് ബി. നെഗറ്റീവ് സ്ലോപ്പ് ആയിട്ടുള്ള മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഏത് മാർക്കറ്റ് സ്ട്രക്ചറുമായിട്ട് റിലേറ്റഡ് ആണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നും നോക്കാൻ വരിക. എന്താ എന്താ ആൻസർ വരിക? പെർഫെക്റ്റ് ആണോ, മോണോപോളി ആണോ, ഇംപെർഫെക്റ്റ് ആണോ? ദ മാർക്കറ്റ് സ്ട്രക്ചർ കനോട്ട് ബി ഡിറ്റർമൈൻ ഇൻഫർമേഷൻ ഈസ് ഇൻസഫിഷ്യൻറ്റ്. ഇതാണ് ആൻസർ വരിക. മാർക്കറ്റ് സ്ട്രക്ചർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊണ്ട് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് തന്നെയാണ് ആൻസർ വരുന്നത്. പിന്നെ ഇൻ എക്കണോമിക്സ് ജനറലി ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ മാർക്കറ്റ് ഈസ് മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ്. എക്കണോമിക്സിൽ എങ്ങനെയാണ് മാർക്കറ്റിനെ ക്ലാസിഫൈ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ടൈം വെച്ച് ചെയ്യാറില്ലേ? ഉണ്ട്. ജോഗ്രഫിക്കൽ ഏരിയ വെച്ച് ചെയ്യാറില്ലേ? ഉണ്ട്. അതുപോലെ വോളിയം ഓഫ് ബിസിനസ് ഉണ്ട്. സോ ആൻസർ ഓൾ ഓഫ് ദി എബോവ് അല്ലെങ്കിൽ ഓൾ ഓഫ് ദീസ്. Which characters of money refer to the ability to hold value over time? മണിയുടെ ഏത് ക്യാരക്ടറാണ് കുറേ കാലം ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കഴിവുണ്ടാവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഡിവിസിബിലിറ്റി ആണോ, ഡ്യൂറബിലിറ്റി ആണോ, പോർട്ടബിലിറ്റി ആണോ, സ്റ്റോർ ഓഫ് വാല്യൂ? ആൻസർ ആയി തന്നെ വന്നു, സ്റ്റോർ ഓഫ് വാല്യൂ, സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. Then അടുത്ത ക്വസ്റ്റ്യൻ. So the following is include M2 broader measure of money supply compared to M1. M1നേക്കാളും broader measureൽ M2 ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ്. ഏതാന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ വരിക? 23ാമത്തെ ക്വസ്റ്റ്യൻ. കറൻസി സർക്കുലേഷൻ ഉണ്ടായതുകൊണ്ടോ? അല്ല, ഒരിക്കലും അല്ല. സേവിങ് ഡെപ്പോസിറ്റ് M1 M2നേക്കാളും ഇൻക്ലൂഡ് ആവുന്ന, അല്ലെങ്കിൽ M2ൽ M1 ഇൻക്ലൂഡ് ആവുന്ന ഏതിൽ വരുന്നതുകൊണ്ടാണ്? സേവിങ് ഡെപ്പോസിറ്റ് ഉള്ളതുകൊണ്ടാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രൈമറി പർപ്പസ് ഓഫ് ഇമ്പോർട്ട് കോട്ട. ഇമ്പോർട്ട് കോട്ടയുടെ പ്രൈമറി പർപ്പസ് ഏതാന്നുള്ളതാണ്. ഒന്നും നോക്കാനില്ല, ആൻസർ കാണുമ്പോൾ തന്നെ അറിയാം. ഇമ്പോർട്ടിൻ്റെ ക്വാണ്ടിറ്റി ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കോട്ട ഡിറ്റർമൈൻ ചെയ്യുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ സെപ്റ്റംബർ 2024 ലാസ്റ്റ് ക്വസ്റ്റ്യൻ, RTPയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ എക്സ്ചേഞ്ച് റേറ്റ് റെജിം ഈസ് അഡോപ്റ്റഡ് ബൈ ദ ഹയസ്റ്റ് നമ്പർ ഓഫ് IMF മെമ്പേഴ്സ്. ഏതിൽ വരുന്നതാണ്? ഞാനതൊന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ടോപ്പിക് എടുക്കുന്ന സമയത്ത്. മീൻസ് ആ ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഇതൊന്നും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് പോവുക. ഹാർഡ് പെഗ്, ഫ്ലോട്ടിങ്, ഫ്രീ ഫ്ലോട്ടിങ് ഒന്നുമല്ല, സോഫ്റ്റ് പെഗാണ് ആൻസർ വരിക. ഓക്കെ, അങ്ങനെ നമ്മുടെ സെപ്റ്റംബർ 2024 RTP നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഓവറോൾ എല്ലാ ചാപ്റ്ററിനും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഉള്ളെന്നല്ല, ഡയറക്റ്റായിട്ടാണ് അതിൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഓക്കെ അല്ല മക്കളെ? അപ്പോൾ അടുത്ത് നമ്മൾ പേപ്പർ 4 ബിസിനസ് എക്കണോമിക്സ് ജനുവരി 2025 ജനുവരി 2025 RTP ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിലും നമുക്കൊരു 25 ക്വസ്റ്റ്യനോളം ഡിസ്കസ് ചെയ്യാനുണ്ട്. നോക്കാം അല്ലേ? അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇൻ എക്സ്പ്ലെയിൻ ദ ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് കെയ്ൻസ് എംബസൈസ്ഡ്. കെയ്ൻസ് വന്നിട്ടുണ്ട്, അൺഎംപ്ലോയ്മെൻറ്റും വന്നിട്ടുണ്ട്. ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് കെയ്ൻസ് എവിടെയാണ് എക്സ്പ്ലെയിൻ ചെയ്തതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. കെയ്ൻസ് ഫോക്കസ് ചെയ്ത് അൺഎംപ്ലോയ്മെൻറ്റ് എവിടെയായിരുന്നു? അഗ്രിഗേറ്റ് ഡിമാൻഡിലായിരുന്നു. സോ ആൻസർ എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡാണ് അല്ലേ?
മാക്രോ എക്കണോമിക്സ് ഒക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ ഈ ഒരു ടോപ്പിക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, വെൻ ടോട്ടൽ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഹൂസ് പ്രൈസ് ഹാസ് ഫാളൻ ഇൻക്രീസസ് ഇറ്റ്സ് ഡ്യൂ ടു. ഒരു കമ്മോഡിറ്റിയുടെ ടോട്ടൽ ഡിമാൻഡ് പ്രൈസ് കുറയുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ പ്രൈസ് കൂടുന്നതിനനുസരിച്ചൊക്കെ മാറ്റം വരുന്നുണ്ട്. ഏത് എഫക്റ്റ് ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, അതല്ലേ? സോ ഇത് എന്ത് എഫക്റ്റ് ആണ്? പ്രൈസ് എഫക്റ്റ് ആണ്. പിന്നെ envelope curve is also known as ഏത് കർവ് ആണ്? ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ്. ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് is also called envelope curve. ഇനി electricity companies sell electricity at cheaper rate in rural areas than for industrial use due to. ഇൻഡസ്ട്രിയൽ ഏരിയസിനേക്കാളും കുറഞ്ഞ റേറ്റിൽ അല്ലെങ്കിൽ ചീപ്പ് റേറ്റിലായിരിക്കും റൂറൽ ഏരിയാസിൽ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഏതുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഒന്നും നോക്കാനില്ല, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. വേറെ ഓപ്ഷൻ ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് അറിയാൻ പറ്റും ഏതിലാണ് വ്യത്യാസം. ഇപ്പോൾ നമ്മളൊരു കമ്പനി നടത്തുകയാണെങ്കിലും ഒരു വീട്ടിൽ വരുന്ന കറണ്ട് ബില്ലും രണ്ടും വ്യത്യാസമാണ്. സോ ഇത് നമുക്ക് എന്ത് പറയാം? പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയാം. ഇനി കോയിൻസിഡൻസ് ഇൻസിഡന്റ് ഈസ് നോട്ട് ഇൻഡിക്കേറ്റഡ് ആസ് ഏതുമായിട്ട് ബന്ധപ്പെടാത്തതാണ്. കോയിൻസിഡൻസ് ഇൻഡിക്കേറ്റർ എന്നുള്ളത് ഏതുമായിട്ട് ബന്ധപ്പെടാത്തതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഫ്ലേഷൻ വരും, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വരും, റീറ്റെയിൽ സെയിൽസ് വരും. ആൻസർ വരിക ന്യൂ ഓർഡർ ഫോർ പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്. പുതിയതായിട്ട് നമ്മൾ എക്യുപ്മെന്റിനോ പ്ലാന്റ്സ് ഒക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് അത് ഇതിൽ എഫക്റ്റ് ചെയ്യില്ല. The shape of cost curve depends upon. കോസ്റ്റ് കർവ് ഏതിൻ്റെ ഷേപ്പിലാണ് വരുന്നത്? എന്തുമായി ബന്ധപ്പെട്ടാണ്? കോസ്റ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ആൻസർ ആയി തന്നെ ഉണ്ട്, കോസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ. പിന്നെ ഇൻ ഒലിഗോപ്പൊളി ദ ഫേംസ് മേ കൊല്യൂഡ് ഇൻ ഓർഡർ ടു. ഒലിഗോപ്പൊളിയിൽ എങ്ങനെയാണ് എല്ലാം കൂടെ ഒരുമിച്ചാവണേ, കൊല്യൂഡ് ആവണേ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാ? കോമ്പറ്റീഷൻ കൂടുമ്പോഴാണോ, അതോ പ്രൈസ് ഡിലേമെന്റ് ഫോർ ബയേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറുമ്പോഴാണോ, പ്രൈസ് ആ സാധനത്തിൻ്റെ വിലയിൽ മാറ്റം ഉണ്ടാകുമ്പോഴാണോ, നൺ ഓഫ് ദിസ് ആണോ? ഉറപ്പാണ് ഒലിഗോപ്പൊളിയിലെ ഫേംസ് കൊല്യൂഡാണ്, ആ സാധനത്തിൻ്റെ വിലയിൽ മാറ്റം ഉണ്ടാകുമ്പോഴാണ്. പിന്നെ ഹൗ ടു പ്രൊഡ്യൂസ് ഈസ് റിലേറ്റഡ് ടു. ഹൗ ടു പ്രൊഡ്യൂസ് എന്നത് എന്തുമായി ബന്ധപ്പെട്ടാണ്? എക്കണോമിക്സ് പഠിക്കാൻ തുടങ്ങുന്ന ഒരു കുട്ടി ഫസ്റ്റ് പഠിക്കുന്ന ഒരു കാര്യമാണ് ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ള ടോപ്പിക്ക്. അത് ഏതുമായിട്ട് റിലേറ്റഡ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ചോയ്സ് ഓഫ് ടെക്നിക്. 2 ടെക്നിക് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാ? ക്യാപിറ്റൽ ഇൻറ്റൻസീവും ലേബർ ഇൻറ്റൻസീവും. ഓക്കെ. പിന്നെ സ്നോബ് എഫക്റ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ആസ്. സ്നോബ് എഫക്റ്റ് എവിടെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്? എവിടെയാണ് നമ്മൾ പഠിച്ചത്? കൺസംഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണോ, പ്രൈസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണോ, അത് രണ്ടിലും പഠിച്ചോ അതോ ഒന്നിലും പഠിച്ചില്ലേ? കൺസംഷൻ ഫംഗ്ഷനൊക്കെ പറഞ്ഞ സമയത്താണ് സ്നോബ് എഫക്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ. ടു ഇൻഫ്ലുവൻസ് സ്പെൻഡിങ് ദ മോണിറ്ററി പോളിസീസ് ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ഇൻ ദ ഷോർട്ട് റൺ. എങ്ങനെയാണ് മോണിറ്ററി പോളിസി സ്പെൻഡ് ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് ഷോർട്ട് റണ്ണിൽ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ ഏത് ആൻസർ വരിക? ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ആൻസർ വരിക. കാരണം എന്താണെന്നുണ്ടെങ്കിൽ മണി സപ്ലൈ കൂടുന്ന സമയത്ത് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്താവും? അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടാൻ തുടങ്ങും. സോ RBI അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ തുടങ്ങും. അതായത് RBI ആണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. സോ ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് RBI ആയതുകൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ആൻസർ വരിക. പിന്നെ എ ഫേം നോർമൽ പ്രോഫിറ്റ് ഏൺഡ് ആർ ഇൻക്ലൂഡഡ് ഇൻ. ഒരു ഫേം നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യുന്ന കോസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ചെക്ക് ചെയ്യുന്ന ആൻസർ കീയിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ICA തന്ന ആൻസർ കീയിൽ. സോ ആൻസർ വരുന്ന ഏതാണ്? ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആണ് ആൻസർ ആയിട്ട് വരിക. അതിൽ വേരിയബിൾ കോസ്റ്റ് കൊടുത്തിരിക്കുന്ന വേരിയബിൾ കോസ്റ്റ് അല്ല, ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. പിന്നെ ഐസോകോണ്ട് ഈസ് ദ റിലവൻറ്റ് റേഞ്ച് ആർ. ഐസോകോണ്ട് എങ്ങനെയായിരുന്നു? കോൺവെക്സ് ടു ദ ഒറിജിൻ ആണോ, നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആണോ, കനോട്ട് ക്രോസ് ആണോ, ഏതായിരുന്നു? എല്ലാം വരുന്നുണ്ട്. സോ ആൾ ഓഫ് ദി അബോവ്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആണ്. വെൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ആൻ എക്കോണമി ഇൻക്രീസസ് ഫ്രം 10,000 crores to 14,000 crores as a result of national income rises 18,000 to 92,000 crores, compute investment multiplier. ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു എക്കോണമിയുടെ ഇൻവെസ്റ്റ്മെന്റ് 10,000 ഉണ്ടായിരുന്നത് 14,000 ആയി. ഇൻകം, നാഷണൽ ഇൻകം 80,000 ഉണ്ടായിരുന്നത് 92,000 ആയി. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഏതായിരിക്കും ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലർ എന്നുള്ളത്? ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലർ എങ്ങനെ കണ്ടുപിടിക്കുക? K is equal to delta y divided by delta I. So 10,000 എന്നുള്ളത് 14,000 ആയി. അതുപോലെ 80,000 എന്നുള്ളത് 12,000 ആയി. എത്ര ചേഞ്ച് വന്നേ? 14,000 y ഏതാ? ഇൻകം അല്ലേ? 12,000 ഡിവൈഡഡ് ബൈ 4,000 3 ആൻസർ വരും.
സോ ആൻസർ 3. ഓക്കെ. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് മാർക്കറ്റ് ഫെയിലിയർ. മാർക്കറ്റ് ഫെയിലിയറിൻ്റെ എക്സാമ്പിൾ ഏതാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ചാപ്റ്റർ 7 വരുന്നൊരു ടോപ്പിക്കാണ്. മാർക്കറ്റ് ഫെയിലിയറിൻ്റെ എക്സാമ്പിൾ എക്സ്റ്റേണാലിറ്റീസ് ആണ് ആൻസർ വരിക. Which of the following included M2? Border measure of money supply compared to M1. ഈ ക്വസ്റ്റ്യൻസ് ഇതേപോലെ ഒരു റിവിഷൻ ടെസ്റ്റ് പേപ്പറിൽ വന്നിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ അതിൻ്റെ ആൻസർ നമ്മൾ അന്ന് റിവൈസ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ആൻസർ എന്താണ്? സേവിങ് ഡെപ്പോസിറ്റ് ആണ്. ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ ഇറ്റ്സ് എക്സാമ്പിൾ ഓഫ് ആൻ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ ഇൻ ദ ബജറ്റ്. ബജറ്റിൽ ഏതിൻ്റെ എക്സാമ്പിൾ ആണ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. 16ാമത്തെ ക്വസ്റ്റ്യൻ. ഡിസ്ക്രിമിനേറ്റ് സ്പെൻഡിങ് ആണോ, പ്രോഗ്രസീവ് ടാക്സേഷൻ ആണോ, ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ആണോ, അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് ആണോ? അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് ആയിട്ടാണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ ഒരു പെർസെൻറ്റേജ് ഫോമിലാണ് ചോദിച്ചിരിക്കുന്നത്. FDI ഇൻ ടെലികോം സെക്ടർ ഈസ് റൈസ്ഡ് ടു. FDI ടെലികോം സെക്ടറിൽ എത്ര പെർസെൻറ്റേജ് റൈസ് ആയിട്ടുണ്ടെന്നുള്ളതാണ് ആൻസർ. 100% റൈസ് വന്നിട്ടുണ്ട്. ഇനാം ഈസ് ഡാഷ്. എന്താണ് ഇനാം? എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ആൻഡ് ഇലക്ട്രോണിക് നെയിം കാർഡ് ഗിവൺ ടു സിറ്റിസൺ ഓഫ് ഇന്ത്യ ആണോ? പിന്നെ നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റ് വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് ക്രിയേറ്റിംഗ് അൺഫെൽഡ് നാഷണൽ മാർക്കറ്റ് ഫോർ അഗ്രികൾച്ചർ കമ്മോഡിറ്റീസ്. അഗ്രികൾച്ചർ കമ്മോഡിറ്റീസിന് വേണ്ടിയിട്ടുള്ളതാണോ? ഈ പാൻ ഇന്ത്യ ഇലക്ട്രോണിക് ട്രേഡിംഗ് പോർട്ടൽ വിച്ച് നെറ്റ്വർക്ക്സ് എക്സിസ്റ്റിംഗ് AMPs വേണ്ടിയിട്ടുള്ളതാണോ? അതോ ഈ പറഞ്ഞ ബിയും സിയും ആണോ? ആൻസർ എന്താ വരിക? ബിയും സിക്കും വേണ്ടിയിട്ടാണ്. ഇത് ചാപ്റ്റർ 10 വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ ദ ന്യൂ എക്കണോമിക് പോളിസി ഓഫ് 1991. 1991 ന്യൂ എക്കണോമിക് പോളിസി മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ? റീതിങ് ഓഫ് റോൾ ഓഫ് മാർക്കറ്റ് വേഴ്സസ് സ്റ്റേറ്റ്, എംബസിസ് റോൾ ഓഫ് ഗുഡ് ഗവർണൻസ്, നൺ ഓഫ് ദിസ്. നമ്മൾ മാർക്കറ്റിനെയും സ്റ്റേറ്റിനെയും രണ്ടായിട്ട് റീതിങ്ക് ചെയ്യുക, അതിൻ്റെ റോള് റീതിങ്ക് ചെയ്യുക എന്നുള്ളതാണ് ആൻസർ വരിക. പിന്നെ ഡംപിങ് റെഫേഴ്സ് ടു. എന്താണ് ഡംപിങ് എന്ന് പറഞ്ഞാൽ? ടാരിഫ് റെഡ്യൂസ് ചെയ്യുന്നതാണോ ഡംപിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അല്ല. പിന്നെ സെയിൽ ഓഫ് ഗുഡ്സ് എബ്രോഡ് അറ്റ് ലോവർ പ്രൈസ് ബിലോ ദെയർ കോസ്റ്റ് ഓഫ് പ്രൈസ് ഇൻ ദെയർ ഹോം മാർക്കറ്റ്. അതന്നെയാണ് ഡംപിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് അബ്രോഡിൽ കുറഞ്ഞ പ്രൈസിൽ സെയിൽ ചെയ്യുക, പിന്നെ വിത്ത് ദെയർ കോസ്റ്റ് ആൻഡ് പ്രൈസ് ഇൻ ഹോം മാർക്കറ്റ്. നമ്മുടെ ഹോം മാർക്കറ്റിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ ഫോറിൻ മാർക്കറ്റ് അല്ലെങ്കിൽ അബ്രോഡിൽ ആ സാധനം വിറ്റ് പോകുന്നതിനെ പറയുന്ന പേരാണ് ഡംപിങ്. പിന്നെ WTO എസ്റ്റാബ്ലിഷ് ഇംപ്ലിമെൻറ്റ് ദ ഫൈനൽ ആക്ട് ഓഫ് ഉറുഗിയ റൗണ്ട് എഗ്രിമെൻറ്റ്. ഉറുഗിയ റൗണ്ട് നമ്മൾ ആ ഒരു ടോപ്പിക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് വൈഡായിട്ട് കുറച്ച് ഇയറും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. കുറച്ച് ഫുൾ ഫോമും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്നത്. ഗാട്ട് അതൊക്കെ അതിൽ വരുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഗാട്ട്. പിന്നെ ഡാഷ് ആർ ആൾസോ നോൺ ആസ് ഇന്റർനാഷണൽ ബാങ്ക് ഓഫ് റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഏത് ബാങ്കാണ് ഇന്റർനാഷണൽ ബാങ്ക് ഓഫ് റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്? അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ബാങ്കിനെയാണ് അങ്ങനെ പറയാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. വേൾഡ് ബാങ്കിനെയാണ് നമ്മൾ ഇന്റർനാഷണൽ ബാങ്കായിട്ട് പറയുന്നത്. പിന്നെ ആൻ ഇമ്പോർട്ടൻറ്റ് മണി മാർക്കറ്റ് ഈസ് ഇൻസ്ട്രുമെന്റ് ബൈ ദ ഗവൺമെന്റ് ടു ബ്രിഡ്ജ് ദ ഡെഫിസിറ്റ് ബിറ്റ്വീൻ റവന്യൂ എക്സ്പെൻഡിച്ചർ ഇൻ ബഡ്ജറ്റ്. റവന്യൂ എക്സ്പെൻഡിച്ചർ എല്ലാം കൂടെ വരുന്ന, അതായത് എക്സ്പെൻഡിച്ചർ റവന്യൂ ഡിഫറൻസ് വരുന്ന ഗവൺമെന്റ് ബ്രിഡ്ജ് ഏതാന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? T-bill, ട്രഷറി ബില്ലാണ് വരിക. അടുത്തത് ട്രൂ പിക്ചർ ഓഫ് എഫക്റ്റീവ് ഓവറിംഗ് ക്യാഷ് റിസർവ് റേഷ്യോ ബൈ സെൻട്രൽ ബാങ്ക് ഓഫ് എ കൺട്രി. ഇതിൽ തന്നിരിക്കുന്ന ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ പിക്ചർ തരുന്നത്? ശരിയായ ഇത് പറയുന്നത്, ട്രൂ ലെവൽ പറയുന്നത് ഏതാണെന്നുള്ളത് ചോദിച്ചിരിക്കുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ലെൻഡിങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണോ അതോ ഡിക്രീസ് ചെയ്യുകയാണോ? അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കിന് ഇൻക്രീസ് ചെയ്യും, ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്ത് വേണമെങ്കിലും സംഭവിക്കുകയാണോ? നൺ ഓഫ് ദീസ് ആണോ? ലെൻഡിങ് കപ്പാസിറ്റി, കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ലെൻഡിങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഏജൻസി റെഗുലേറ്റ് ദ മണി സപ്ലൈ ഓഫ് ഇൻ ഇന്ത്യ. മണി സപ്ലൈ ഓഫ് ഇന്ത്യയുടെ റെഗുലേറ്റർ ഏതാണ്? വേറെ ഒരു ഓപ്ഷൻ നോക്കാല്ലേ, അതിൻ്റെ ആൻസർ ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ വീണ്ടും നമ്മളൊരു 25 ക്വസ്റ്റ്യൻ ജനുവരി 2025 25 ക്വസ്റ്റ്യനും കൂടെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതും ഏകദേശം ഡയറക്റ്റായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് ക്വസ്റ്റ്യൻസ് അങ്ങനെ രീതിയിലൊന്നും അല്ല, ഈസി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേപ്പർ 4 ബിസിനസ് എക്കണോമിക്സിൽ മെയ് 2025 അതായത് റീസെൻറ്റ് കഴിഞ്ഞ എക്സാമിൻ്റെ റിവിഷൻ ടെസ്റ്റ് പേപ്പർ RTP ആണ്. നോക്കാം അല്ലേ, എങ്ങനെയാണ് ലെവൽ വരുന്നത് നോക്കാമല്ലോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫിസിക്കൽ ഫെഡറലിസം പ്രൈമറിലി ഡീൽസ് വിത്ത്. ഫിസിക്കൽ ഫെഡറലിസം ചാപ്റ്റർ 7 വരുന്ന ഒരു ടോപ്പിക്കാണ്. അത് ഡീൽ ചെയ്യുന്നത് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൈമറി ഡീൽ ചെയ്യുന്നത് ഏതിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെയിനായിട്ട് അത് ഡിഫറെൻറ്റ് ലെവൽസ് വരുന്നുണ്ട്. അലോക്കേഷൻ ലെവൽ, ഡിസ്ട്രിബ്യൂഷൻ ലെവൽ, സ്റ്റെബിലൈസേഷൻ ലെവൽ, അതൊക്കെയായിരുന്നു ലെവൽ വരുന്നത്. നോക്കാം ഏതൊക്കെ എന്താണ് ആൻസർ വരുന്നത് എന്നുള്ളത്.
Fiscal federalism primarily deals with the distribution of financial resource among levels of government. പിന്നെ distribution of power between legislative and executive, relation between judicial and legislative, conduct of election of in federal country. ഏതാണ് ആൻസർ വരിക? ഏതായിരിക്കും ആൻസർ വരിക? ചാപ്റ്റർ 7 വരുന്ന ടോപ്പിക്കാണ്. ഏതായിരിക്കും ആൻസർ വരിക? ഒറ്റയടിക്ക് തന്നെ ആൻസർ കിട്ടും. ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഗവൺമെൻറ്റിലാണ് ഫിസിക്കൽ ഫെഡറലിസം നമ്മൾ പ്രൈമറി ഡീൽ ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അണ്ടർ ആർട്ടിക്കിൾ 112. ആർട്ടിക്കിൾ 112 പഠിക്കാനുണ്ട്, ആർട്ടിക്കിൾ 113 പഠിക്കാനുണ്ട്, ആർട്ടിക്കിൾ 110 പഠിക്കാനുണ്ട്. ഇതൊക്കെ ചാപ്റ്റർ 7 വരുന്ന ടോപ്പിക്കുകളാണ്. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് AFS പ്രസന്റഡ് ഇൻ വിച്ച് ഹൗസ് പാർലമെന്റ് ഫസ്റ്റ്. എവിടെയാണ് ഫസ്റ്റ് ആക്കുക? ഒന്നും നോക്കാനില്ല, അത് ലോകസഭയിലാണ്. അത് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്, കൺഫ്യൂഷൻ അവിടെ കാര്യമൊന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. AFS ഫസ്റ്റ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് ലോക്സഭയിലാണ് പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് which is not a function of നീതി ആയോഗ്. നോട്ട് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. നോട്ട് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. ശരി, പോളിസി ഫോർമുലേഷൻ ആൻഡ് കോർഡിനേഷൻ ആണോ, അലോക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സ് ടു സ്റ്റേറ്റ് ആണോ, പ്രൊമോട്ടിംഗ് കോപ്പറേറ്റീവ് ഫെഡറലിസം ആണോ, സേവിങ് എ തിങ്ക് ടാങ്ക് ഫോർ ദ ഗവൺമെൻറ് ആണോ? നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, നീതി ആയോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് എ ഫംഗ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും ആൻസർ വരിക? ഫംഗ്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോട്ട് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഫിനാൻഷ്യൽ റിസോഴ്സസ് സ്റ്റേറ്റിന് അലോക്കേറ്റ് ചെയ്യാന്നുള്ളത് ആരുടെ ഫംഗ്ഷൻ അല്ല? നീതി ആയോഗിൻ്റെ ഫംഗ്ഷൻ അല്ല. സോ ആൻസർ ബി. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ ഗവൺമെന്റ് ഓഫർ മിനിമം അഷ്വറൻസ് പ്രൈസ് ടു ഫാമേഴ്സ് ടു പർച്ചേസ് ദെയർ ഔട്ട്പുട്ട് ഈസ് കാൾഡ്. മിനിമം അഷ്വർഡ് പ്രൈസ് ഫാമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് ഏതാന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സപ്പോർട്ട് പ്രൈസ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്കിതിനെ എന്ത് പറയാം? സപ്പോർട്ട് പ്രൈസ് അല്ലെങ്കിൽ പ്രൈസ് ഫ്ലോർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓപ്ഷനിലുണ്ടോ നോക്കാം. മാർക്കറ്റ് പ്രൈസ് ആണോ? അല്ല, മാർക്കറ്റ് പ്രൈസിലാണെങ്കിൽ അവർക്ക് ലാഭമില്ല. സപ്പോർട്ട് പ്രൈസ് ഉണ്ട്, പിന്നെ ഇക്വിലിബ്രിയം പ്രൈസ് ആവില്ല, അപ്പോഴും ലാഭമില്ല നഷ്ടമില്ല ലെവലിൽ നിൽക്കും. സീലിംഗ് പ്രൈസ് ആവില്ല. സോ ആൻസർ സപ്പോർട്ട് പ്രൈസ് ആണ് വരിക, അല്ലെങ്കിൽ പ്രൈസ് ഫ്ലോർ എന്നും ഇതിന് ആൻസർ വരാം. ഇത് മാർക്കറ്റ് ഫെയിലിയർ എന്ന് പറയുന്ന ചാപ്റ്റർ 7 ക്വസ്റ്റ്യൻ ആണ്. പിന്നെ the price in a collusive oligopoly is decided by. collusive oligopoly പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത് ഗ്രൂപ്പ് ബിഹേവിയർ വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. സോ അവിടെ ഒരു പ്രൈസ് ലീഡർ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഉത്തരം വരിക? പ്രൈസ് ലീഡർ. ഗ്രൂപ്പ് ബിഹേവിയർ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രൈസ് ലീഡർ ഉണ്ടായിരിക്കും. സോ ആൻസർ 5B. അടുത്ത ക്വസ്റ്റ്യൻ, സെല്ലിംഗ് കോസ്റ്റും പ്രൊഡക്ഷൻ കോസ്റ്റും ഡിസ്റ്റിങ്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ആരാണ് അത് കൊണ്ടുവന്നത്? ആ ഒരു വ്യത്യാസം കൊണ്ടുവന്നത് ആരാന്നുള്ളതാണ്. സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോണോപോളിസ് കോമ്പറ്റീഷനിലാണ് കൂടുതലായിട്ട് വരിക. പിന്നെ ഇത് കൊണ്ടുവന്നത് എഡ്വേർഡ് ചാംബർലിൻ എന്നുള്ള പറയുന്ന ആളാണ്. ഇത് ചാപ്റ്റർ 9 ആ റേഞ്ചിൽ വരുന്നതാണ്. സോ ചാംബർലിൻ. which one of the following is not an internal economics of internal economic scale അല്ലാത്തത്? നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ടെക്നിക്കൽ എക്കണോമിക്സ് വരും, ഫിനാൻഷ്യൽ എക്കണോമിക്സ് വരും. ഡ്യൂ ടു ലൊക്കേഷൻ ഓഫ് ഇൻഡസ്ട്രി. ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ ഫാക്ടറാണ്. സോ അതാണ് ആൻസർ വരിക. അടുത്തത്, ദ ഷെയർ ഓഫ് ടാക്സ് ബോൺ ബൈ സെല്ലർ വിൽ ബി ലാർജർ if the demand for the product is less elastic, inelastic, greater elastic, the supply of product is larger. ഏതാണ് ആൻസർ വരിക? ടാക്സ് ബോൺ ഷെയർ കൂടുതലാവുന്നത് എപ്പോഴാണ്, ലാർജർ ആവുന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചാപ്റ്റർ 7 ചാപ്റ്റർ 2 ഈ എലാസിറ്റിയുടെ ടോപ്പിക്കുകൾ വരുന്നുണ്ട്. ആൻസർ വരെ ഏതാണ്? ഗ്രേറ്റർ എലാസിറ്റി വരുമ്പോഴാണ്. 8ന്റെ ആൻസർ സി ആണ് വരിക. ഓക്കെ, ഇനി അതായത് പ്രൈസ് കൂടുന്ന സമയത്ത് ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുന്ന സമയത്ത് ഡിമാൻഡ് കൂടുന്നുള്ള ആ ഒരു ലോ ഓഫ് ഡിമാൻഡാണ് ഇവിടെ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണത്. 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഡാഷ് ഈസ് കൺസേൺ വിത്ത് ദ വെൽഫെയർ പ്രപ്പോസിഷൻ. ഏതാണ് വെൽഫെയർ പ്രപ്പോസിഷന് റിലേറ്റഡ് ആയത്? നോർമാറ്റീവ് എക്കണോമിക്സ് ആണോ, പോസിറ്റീവ് എക്കണോമിക്സ് ആണോ, അതോ രണ്ടും ആണോ, രണ്ടും അല്ലേ? ഏതാണ്? നോർമാറ്റീവ് എക്കണോമിക്സ് ആണ്. വാട്ട് ഈസ് ടു ബി എന്നുള്ള ഒരു ഇത് പഠിക്കുന്ന നോർമാറ്റീവ് എക്കണോമിക്സ് ആണ് വെൽഫെയർ പ്രപ്പോസിഷനായിട്ട് കൺസേൺ ആയിട്ടിരിക്കുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എക്സസ് കപ്പാസിറ്റി ഇസ് നോട്ട് ഫൗണ്ട്. ക്വസ്റ്റ്യൻ വായിക്കണം. നോട്ട് ഫൗണ്ട് അണ്ടർ എവിടെ? പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എന്തില്ല? എക്സസ് കപ്പാസിറ്റി ഇല്ല, അല്ലെങ്കിൽ എക്സസ് കപ്പാസിറ്റി നമ്മൾ ഉണ്ടാവില്ല. വേണ്ടത് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, എക്സസ് കപ്പാസിറ്റി അവിടെ ഉണ്ടാവില്ല. പിന്നെ ഇൻഫർമേഷൻ സെയിം ക്വസ്റ്റ്യൻ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ സെപ്റ്റംബർ 2024 ക്വസ്റ്റ്യനിൽ ഇതേ ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഏതുമായി ബന്ധപ്പെട്ടാണെന്ന്? ബിസിനസ് സൈക്കിൾ. അപ്പോൾ ആ ഒരു പോർഷൻ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേ ക്വസ്റ്റ്യൻ അവിടെ വന്നിട്ടുണ്ട്. സോ കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത്. പിന്നെ കൺസ്യൂമർ സർപ്ലസിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് 12ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട്. Consumer surplus cannot be measured precisely. The consumer surplus derived from a commodity is affected by the availability of substitute, both A and B, none of this.
പ്രീസസ്ലി മെഷർ ചെയ്യാൻ പറ്റില്ല. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ടിനനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസ്യൂമർ സർപ്ലസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ രണ്ടും കൂടെ വരും കൊണ്ട് തന്നെ ആൻസർ സി. പിന്നെ തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ്റെ എക്സാമ്പിൾ ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ACA പിഗ്വ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളെ കുറിച്ച് നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ട്. അതിൽ ആൻസർ വരുന്നത് ഡംപിങ് എക്സാമ്പിളാണ്. ഡൊമസ്റ്റിക് ആൻഡ് കൊമേഴ്ഷ്യൽ യൂസേഴ്സിൻ്റെ ഡിഫറെൻറ്റ് പ്രൈസസ് ചാർജിങ് എക്സാമ്പിളാണ്. സീനിയർ സിറ്റിസണിന് ലോവർ പ്രൈസിൽ പ്രൊവൈഡ് ചെയ്യുന്ന എക്സാമ്പിളാണ്. സോ ആൻസർ ഓൾ ഓഫ് ദി എബോ. പിന്നെ വാട്ട് ആക്ടിവിറ്റീസ് ടേംഡ് ആസ് ദ ആക്ടിവിറ്റി ഓഫ് ടേഴ്ഷ്യറി സെക്ടർ. ടേഴ്ഷ്യറി സെക്ടറിൽ വരുന്ന ആക്ടിവിറ്റീസ് എങ്ങനെ ടേം ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വീറ്റ് പ്രൊഡക്ഷൻ ആണോ, മൊബൈൽ പ്രൊഡക്ഷൻ ആണോ, കൺസ്ട്രക്ഷൻ ഓഫ് ഡാം ആണോ, ഫിഷിംഗ് ആണോ? ടേഴ്ഷ്യറി സെക്ടർ എന്ന് പറഞ്ഞാൽ സെക്ടേഴ്സ് ഓഫ് എക്കോണമിയിലെ മൂന്നാമത്തെ സെക്ടറാണ്. കൂടുതലായിട്ട് സർവീസ് സെക്ടറായിട്ട് ഓറിയൻറ്റഡ് ആയിട്ട് വരുന്ന കാര്യമാണ്. സോ കൺസ്ട്രക്ഷൻ ഓഫ് ഡാം ആണ് എന്താ പറയുക, അതായത് സർവീസ് സെക്ടർ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. സോ ആൻസർ വരുന്നത് സി ആണ്. പിന്നെ FII ഹെൽപ്സ് ടു ഇംപ്രൂവ്. FIIയുടെ ഫുൾ ഫോം എന്താണെന്ന് ആദ്യം നോക്കണം. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്നാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അതാണ് അതിൻ്റെ ഫുൾ ഫോം. അത് എന്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത് 15ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട്. അതായത് ക്യാപിറ്റൽ മാർക്കറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുമോ? ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റിയാണ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. ഇക്വിറ്റി ക്യാപിറ്റൽ ലെവൽ മാറ്റാനും ഫിനാൻഷ്യൽ ഇന്നോവേഷൻസ് കൊണ്ടുവരാനും സഹായിക്കും. സോ ആൻസർ ഓൾ ഓഫ് ദി എബോ. ഇനി ഡിവാലുവേഷൻ ഓഫ് ഇന്ത്യൻ റുപ്പീസ് ഇൻ ടേംസ് ഓഫ് US ഡോളർ വാസ് ഇൻ ദ ഇയർ. ഡിവാലുവേഷൻ വന്ന സമയം എന്നാണ് വന്ന സമയം? ഒന്നും നോക്കാനില്ല, 1991 1991 ചാപ്റ്റർ 10 വരുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അബൌട്ട് ഇന്ത്യൻ മോണിറ്ററി സിസ്റ്റം. ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ട്രൂ ആയിട്ടുള്ളത്? ഇന്ത്യൻ മോണിറ്ററി സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം ട്രൂ ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണോ, ക്രെഡിറ്റ് മണി സ്റ്റാൻഡേർഡ് ആണോ, പേപ്പർ സ്റ്റാൻഡേർഡ് ആണോ? അതൊന്നും അല്ലേ ചോദിച്ചിട്ടുണ്ട്. ആൻസർ എന്താ വരിക? പേപ്പർ സ്റ്റാൻഡേർഡ് ആണ് ആൻസർ ആയിട്ട് വരിക. ഇന്ത്യൻ മോണിറ്ററി സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ പേപ്പർ സ്റ്റാൻഡേർഡ് അല്ലേ, പേപ്പർ ഫോമിലല്ലേ നമുക്ക് ഉണ്ടാവുന്നത്. അടുത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അബൌട്ട് മണി സപ്ലൈ. മണി സപ്ലൈ റിലേറ്റഡ് ആയിട്ട് ഏതാണ് ശരിയായതെന്ന് ചോദിച്ചിട്ടുണ്ട്. It is the total volume of money that held by government of country. The total volume of money is held by general public country over a period of time. The total volume of money held by general public of a country by at a particular point of time. All of the above. 18ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അവൈലബിൾ ആനുവൽ മണി ആയിട്ടാണ് കണക്കാക്കുക. സോ 18ാമത്തെ ആൻസർ വരുന്നത് ഏതാണ്? സി ആയിരിക്കും. Total volume of money is held by the general public country at a particular point of time. അടുത്തത് ക്രെഡിറ്റ് ക്രിയേഷൻ ബൈ ബാങ്ക്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ അബൌട്ട് ക്രെഡിറ്റ് ക്രിയേഷൻ ബൈ ബാങ്ക്സ്. ബാങ്ക് ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ട്രൂ ആയിട്ടുള്ളത് ഏതാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ബാങ്ക് ക്രെഡിറ്റ് ക്രിയേറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ടോട്ടൽ അസറ്റ്, ക്രിയേറ്റ് ക്രെഡിറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ടോട്ടൽ ഡെപ്പോസിറ്റ്, ദെയർ ടോട്ടൽ സെക്യൂരിറ്റി, നൺ ഓഫ് ദിസ്. ഏതാണ് ആൻസർ വരിക? ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ ബേസിലാണ് ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതിൽ നമുക്ക് ഡൗട്ടില്ല. ബാങ്ക് പബ്ലിക്കിൻ്റെ നിന്ന് ഇൻവൈറ്റ് ചെയ്യുന്ന ടോട്ടൽ ഡെപ്പോസിറ്റിനനുസരിച്ചാണ് പബ്ലിക്കിന് എന്ത് കൊടുക്കുന്നത്? ലോണായിട്ട് അല്ലെങ്കിൽ ബോറോയിങ് പവർ ഉണ്ടാവുന്നത് ആ ഒരു ലെവൽ വെച്ചിട്ടാണ്. സോ ടോട്ടൽ ഡെപ്പോസിറ്റ്. ആൻസർ ബി. ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ മണി റൈസസ്. ഒരു സാധനത്തിൻ്റെ ക്വാണ്ടിറ്റി മണിയുടെ ഡിമാൻഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇൻട്രസ്റ്റ് കൂടുമോ? ഇല്ല. പകരം എന്ത് ചെയ്യും? വേറെ ഒന്നും നോക്കണ്ട, ഇൻട്രസ്റ്റ് കുറയും. ആസ് ഇൻട്രസ്റ്റ് ഫോൾ. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ വിൽ സക്സസ്ഫുൾ ഇഫ് ദർ ഈസ് എ. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ സക്സസ്ഫുൾ ആവണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രീ മാർക്കറ്റ് എക്കോണമി ആണോ, ഡെവലപ്പിംഗ് എക്കോണമി ആണോ, വെൽ ഡെവലപ്ഡ് ബിൽ ആൻഡ് സെക്യൂരിറ്റി മാർക്കറ്റ് ആണോ? ആൻസർ എന്താണ്? വെൽ ഡെവലപ്ഡ് ബിൽ ആൻഡ് സെക്യൂരിറ്റി മാർക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. അതായത് ഗവൺമെൻറ് ബോൺസും കാര്യങ്ങളും ബൈ ചെയ്യാനും പർച്ചേസ് ചെയ്യാനും സെയിൽ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. മീൻസ് ഇംപ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവുള്ളൂ. കെയ്ൻസ് പറഞ്ഞ പ്രകാരം ഇൻഫ്ലേഷണറി ഗ്യാപ്പ് ഈസ് കോസ്ഡ് ബൈ. ഇൻഫ്ലേഷൻ്റെ ഗ്യാപ്പ് എന്തിൻ്റെ ബേസിലാണ്? ഇൻഫ്ലേഷൻ്റെ ഗ്യാപ്പ് പറഞ്ഞാൽ എക്സസ് ഡിമാൻഡിൻ്റെ ബേസിലാണ് ഉണ്ടാവുന്ന ഒന്നാണ്. സോ എക്സസ് ഡിമാൻഡ്. ദ എഫക്ട് ഓഫ് ഇൻഫ്ലേഷൻ ഓൺ ദ പ്രൈസ് കോമ്പറ്റീഷൻസ് ഓഫ് എ കൺട്രി പ്രൊഡക്റ്റ് മേ ബി ഓഫ്സെറ്റ് ബൈ. എങ്ങനെയാണ് പ്രൈസ് കോമ്പറ്റൻസിൻ്റെ ഇൻഫ്ലേഷൻ എഫക്ട് ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. കറൻസിൻ്റെ വാല്യൂ അപ്രീസിയേഷൻ ആവുന്നതാണോ, റിവാലുവേഷൻ ആണോ, ഡിപ്രീസിയേഷൻ ആണോ, നൺ ഓഫ് ദി എബോവ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഏതാണ് വരിക? ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക. ഒരു രാജ്യത്തിൻ്റെ പ്രൈസ് കോമ്പറ്റൻസ് എങ്ങനെ ഇൻഫ്ലേഷനെ എഫക്ട് ചെയ്യുന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. സോ റിവാലുവേഷൻ സംഭവിക്കുമ്പോഴാണ്, കറൻസിക്ക് റിവാലുവേഷൻ സംഭവിക്കുമ്പോഴാണ് എഫക്ട് ചെയ്യുക. പിന്നെ CDR വാട്ട് ഈസ് കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
The ratio of money held by public in currency that of held in bank deposit. Bank depositന്റെ ഒരു പോർഷൻ എന്തായി വെക്കുക, ഹെൽഡ് ചെയ്ത് വെക്കുന്നതാണോ. ഇനി ഹെൽഡ് ബൈ പബ്ലിക് ബാങ്ക് ഡെപ്പോസിറ്റ് ദാറ്റ് മണി ഹെൽഡ് ബൈ പബ്ലിക് ഇൻ കറൻസി, പബ്ലിക്കിന്റെ കറൻസി ഹെൽഡ് ചെയ്ത് വെക്കുന്നതാണോ. പിന്നെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ട് ഹെൽഡ് ചെയ്ത് ട്രഷറി ബോണ്ടൊക്കെ ആയിട്ട് ഹെൽഡ് ചെയ്ത് വെക്കുന്നതാണോ, നൺ ഓഫ് ദി അബോവ് ആണോ. നമുക്ക് ആൻസർ വരിക ഫസ്റ്റ് വൺ ആണ്, പബ്ലിക് ഇൻ കറൻസി ദാറ്റ് ഓഫ് മണി ഹെൽഡ് ഇൻ ബാങ്ക് ഡെപ്പോസിറ്റ്. പബ്ലിക്കിന്റെ കറൻസി ബാങ്ക് ഡെപ്പോസിറ്റ് ആയിട്ട് ഹെൽഡ് ചെയ്ത് വെക്കുന്നതാണ് കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് നോമിനൽ ജി ഡി പി, റിയൽ ജി ഡി പി 450 ആൻഡ് പ്രൈസ് ഇൻഡെക്സ് 120. നോമിനൽ ജി ഡി പി തന്നിട്ടുണ്ട്, റിയൽ ജി ഡി പി തന്നിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, നോമിനൽ ജി ഡി പി. റിയൽ ജി ഡി പിയും പ്രൈസ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്, നോമിനൽ ജി ഡി പി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ റിയൽ ജി ഡി പി കാണാനുള്ള ഇക്വേഷൻ, അല്ലെങ്കിൽ നോമിനൽ ജി ഡി പി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ജി ഡി പി ഇൻറ്റു പ്രൈസ് ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ 100. സോ 450 ഇൻറ്റു 120 ഡിവൈഡ് ബൈ 100. പണ്ടൊക്കെ കുഞ്ഞിലെ ചെയ്തിരുന്ന പോലെ വേണമെങ്കിൽ പൂജയൊക്കെ വെട്ടിക്കളയാം കേട്ടോ. സോ 40 ആൻസർ വരും സി. ഓക്കെ, അപ്പോൾ ഇതാണ് റീസെൻ്റ് വന്നിട്ടുള്ള ആർ ടി പി. മെയ് 2025 റീസെൻ്റ് ആർ ടി പി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറച്ചധികം സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഓക്കെ, എല്ലാ പോർഷൻസൊന്നും അത്യാവശ്യം എല്ലാ ചാപ്റ്ററിനും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്, നമ്മളെ കുഴപ്പിക്കണ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. ഹലോ മക്കളെ, അടുത്തൊരു സെറ്റ് ഓഫ് ബിസിനസ് എക്കണോമിക്സിൻ്റെ ആർ ടി പി നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിൽ ചോദിച്ചിരിക്കുന്നത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ജി എസ് ടി ഏതിനെയാണ് എയിം ചെയ്യണത് എന്നുള്ളതാണ്. ജി എസ് ടി ടോപ്പിക്സ് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ ഇപ്പോൾ എല്ലാവരും ചെയ്യണതാണ്. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോലൊക്കെ കൊടുക്കുന്നതാണ്. സോ ഓപ്ഷൻ ഒന്നും വായിച്ച് നോക്കേണ്ട കാര്യമില്ല, ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് എഴുതാം, വേരിയസ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ടാക്സിനെ ഒരു സിംഗിൾ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ജി എസ് ടി ഉള്ളത്. സോ ആൻസർ ബി. രണ്ടാമത്തെ മൈക്രോ എക്കണോമിക് തിയറി, ഫ്രീ എന്റർപ്രൈസസ് എക്കണോമിനെ എങ്ങനെയാണ് സ്റ്റഡി ചെയ്യണം എന്നുള്ളതാണ്. ഗുഡ്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്യും, സർവീസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യും, എക്കണോമിക് റിസോഴ്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്യും. സോ ഓൾ ഓഫ് ദി അബോവ്. പിന്നെ റിലവൻ്റ് ആയിട്ടുള്ള റേഞ്ച്, ഐസോകോണിൻ്റെ റിലവൻ്റ് ആയിട്ടുള്ള റേഞ്ച് ഏതാന്നുള്ളതാണ്. അത് നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആണ്, കോൺവെക്സ് ആണ്, കനോട്ട് ക്രോസ് ആണ്. സോ ആൻസർ ഡി, ഓൾ ഓഫ് ദി അബോവ്. പിന്നെ ഇൻകറക്റ്റ് ഫോർമുല ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് സിമ്പിളാണ്. ടി സി എന്ന് പറഞ്ഞാൽ എ സി ഇൻറ്റു ക്യൂ. ശരിയാണ്, ആവറേജ് കോസ്റ്റിനെ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ പിന്നെ വന്നത് സിഗ്മ എം സി ഇസിക്കൽ ടു ടി സി ആണ്, അതാണോ നമുക്ക് നോക്കാം. പിന്നെ സിഗ്മ എം സി ഇസിക്കൽ ടു ടി ബി സി ആണ്, അതാണോ നോക്കാം. പിന്നെ താഴെ അതിൻ്റെ ഒരു ഹിൻഡ് തന്നിട്ടുണ്ട്, സിഗ്മ എം സി പ്ലസ് ടി എഫ് സി എന്ന് പറയുന്നത് ടി സിക്ക് ഈക്വൽ ആണ് പണ്ട്. സോ ഇത് രണ്ടും ഇതെന്തായാലും ആവില്ല എന്ന് ഉറപ്പായി. അപ്പോൾ ആൻസർ ബി. കാരണം ടി എഫ് സിയും കൂടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം, എങ്കിൽ മാത്രമേ ടി സി ആവുള്ളൂ എന്ന് താഴെ പറഞ്ഞുകൊണ്ട് അത് തന്നെയാണ് ഇൻകറക്റ്റ് ഫോർമുല. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട്, ഇതേ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഒരു ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലോസർ സബ്സ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ടാണോ, കോസ്റ്റ് കുറയുന്നതുകൊണ്ടാണോ, ഇൻകൺവീനിയൻസ് ആയതുകൊണ്ടാണോ എന്ന് ഓൾ ഓഫ് ദി അബോവ് ആണ് ആൻസർ വരിക. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് കുറച്ചധികം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയതുകൊണ്ട് നിങ്ങൾ നന്നായി ഫോക്കസ് ചെയ്തിട്ട് വേണം പോവാൻ. ഓക്കെ, പിന്നെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പ്രോഫിറ്റബിൾ ആണ്. എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കേസിൽ പ്രോഫിറ്റബിൾ ആവുന്നത് ഡിഫറെൻറ്റ് സബ് മാർക്കറ്റിൽ ഡിഫറെൻറ്റ് ടൈപ്പിൽ കൊടുക്കുമ്പോഴാണ്. ഓക്കെ, ഡിഫറെൻറ്റ് സബ് മാർക്കറ്റിൽ ഡിഫറെൻറ്റ് ടൈപ്പിൽ കൊടുക്കുമ്പോഴാണ് വരിക. പിന്നെ അക്കോർഡിംഗ് ടു ഹിഗ്സ് ആൻഡ് അലൻ ഡിമാൻഡ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ് ഡ്യൂ ടു, എന്തുകൊണ്ടാണ് ഡിമാൻഡ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ് ആവണം, ഒന്നും നോക്കല്ല, ഡിമാൻഡ് കർവ് പഠിച്ച ഡയറക്റ്റ് ആയിട്ട് ആ ക്വസ്റ്റ്യൻ എഴുതാം. ഇൻകം എഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും കൊണ്ടാണ് അത് ഡൗൺവേർഡ് ആയിട്ട് പോകുന്നത്. പിന്നെ ഫുൾ കപ്പാസിറ്റി ഇസ് ദ യൂട്ടിലൈസേഷൻ മാർക്കറ്റ് കണ്ടീഷൻ, എപ്പോഴാണ് ഫുൾ കപ്പാസിറ്റി ആവുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മോണോപ്പൊളിയാണോ, ഒലിഗോപ്പൊളിയാണോ, നൺ ഓഫ് ദീസ് ആണോ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണോ, ഒന്നുമില്ല, അത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. ഫുള്ളി യൂട്ടിലൈസ് ചെയ്യുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ മാത്രമായിരിക്കും. പിന്നെ എൻവലപ്പ് കർവ് നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവിനെയാണ് എൻവലപ്പ് കർവ് എന്ന് പറയുന്നത്. പിന്നെ കോയിൻസിഡന്റ് ഇൻഡിക്കേറ്റർ നോട്ട് ഇൻഡിക്കേറ്റ്, ഇത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഏതായിരുന്നു, ന്യൂ ഓർഡർ പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്. ഇതേ ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ നിന്ന്. പിന്നെ നോട്ട് ടിപ്പിക്കലി യൂസ്ഡ് ആസ് എ ഫിസിക്കൽ പോളിസി മെഷർ ടു കൺട്രോൾ ഇൻഫ്ലേഷൻ, നമ്മൾ ഫിസിക്കൽ പോളിസി മെഷർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ കൺട്രോൾ നോക്കാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ പോളിസിയിൽ മെഷർ ചെയ്യാൻ പറ്റാത്ത ടൂൾ ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് 11ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട്. ഇൻക്രീസിങ് ഇൻട്രസ്റ്റ് റേറ്റ് വെച്ച് നമുക്ക് ഒരിക്കലും ഫിസിക്കൽ പോളിസി മെഷർ ചെയ്യാൻ പറ്റില്ല. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ്റായിട്ട് റിലേറ്റഡ് ആണ്. ഈ ഫിസിക്കൽ പോളിസി ഗവൺമെൻറ്റായിട്ട് റിലേറ്റഡ് ആവുന്നതാണ്. സോ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ വരും, ടാക്സ് വരും, പബ്ലിക് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് വരും. ഇത് മാത്രമാണ് ഓഡ് വൺ ആയിട്ട് വരുന്നത്. പിന്നെ എക്കോണമിയിൽ റിസർവ് റേഷ്യോ എപ്പോഴാണ് ഡയറക്റ്റായിട്ട് ചേഞ്ച് ആവുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്.
എപ്പോഴാണ് ചേഞ്ച് ആവുന്നത്? ഇൻട്രസ്റ്റ് റേറ്റ്, ലെവൽ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് മാർക്കറ്റ് നോക്കിയിട്ടാണോ, സപ്ലൈ ഓഫ് മണി സർക്കുലേഷൻ നോക്കിയിട്ടാണോ, ഡിമാൻഡ് ഫോർ ഡിഫറെൻറ്റ് ഇൻകം ലെവൽ നോക്കിയിട്ടാണോ, ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്ററി ബാലൻസ് നോക്കിയിട്ടാണോ? മണി സർക്കുലേഷൻ അനുസരിച്ചാണ് റിസർവ് റേഷ്യോയിൽ മാറ്റം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കീ അസംഷൻ റിക്കാർഡോസ് തിയറി ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. റിക്കാർഡോ തിയറി ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, ഓപ്ഷൻ ഒന്നും ചെക്ക് ചെയ്യേണ്ട, അതിൽ തന്നെ ഉണ്ട്. ഓൺലി ഡ്യൂ ടു ഡിഫറൻസ് ഇൻ ടെക്നോളജി ബിറ്റ്വീൻ കൺട്രീസ്. കൺട്രീസിൻ്റെ ടെക്നോളജി അനുസരിച്ച് മാത്രമേ അതിൽ മാറ്റം സംഭവിക്കുള്ളൂ. സോ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഇനി ഒരു രാജ്യത്തിൻ്റെ കറൻസി ഡിപ്രീഷിയേഷൻ ആവുന്നത് എപ്പോഴാണ്? അത് എവിടെയും പോകണ്ട അത് നോക്കാൻ. അതായത് ഫോറിൻ ബയേഴ്സിൻ്റെ എക്സ്പോർട്ട് ചീപ്പർ ആവുന്ന സമയത്തും ട്രേഡ് ബൂസ്റ്റ് ചെയ്യാനൊക്കെയാണ് എന്ത് സംഭവിക്കുന്നത്? കറൻസി ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നത്. Which of the following is a primary objective of India's 5-year plan? പഞ്ചവത്സര പദ്ധതിയുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്തായിരുന്നു എന്നുള്ളതാണ്. എന്തായിരുന്നു പ്രൈമറി ഒബ്ജക്റ്റീവ്? റെഗുലേറ്റ് ദ കൺട്രോൾ ഓഫ് ഫോറിൻ ട്രേഡ്. ഫോറിൻ ട്രേഡ് ആയിരുന്നു? അല്ല, ഇന്നത്തെ കാലത്ത് ഫോറിൻ ട്രേഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബാലൻസ്ഡ് എക്കണോമിക് ഗ്രോത്ത് ഓഫ് ഓൾ റീജിയൻ, പിന്നെ പ്രൈവറ്റ് സെക്ടേഴ്സ് ഇൻ ഫേവർ പബ്ലിക് എൻ്റർപ്രൈസസ്, ഫോറിൻ എയ്ഡ് ആൻഡ് ക്യാപിറ്റൽ ഇൻഫ്ലോസ് ഇൻ ടു ദ കൺട്രി. ബാലൻസ്ഡ് എക്കണോമിക് ഗ്രോത്ത്, ആദ്യം ഒന്ന് എല്ലാത്തിനും ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ, ഗ്രോത്ത് ചെയ്യാൻ വേണ്ടി സഹായിക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു എയിം എന്ന് പറയുന്നത്. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് CAD ഇന്ത്യ റെഫേഴ്സ് ടു എക്സസ് ഓഫ്. എപ്പോഴാണ് CAD സംഭവിക്കുന്നത്? CAD സംഭവിക്കുന്നത് ഇമ്പോർട്ട് ഓവർ എക്സ്പോർട്ട്. എക്സ്പോർട്ടിനേക്കാൾ കൂടുതലായിട്ട് ഇമ്പോർട്ട് കൂടുമ്പോൾ ഉണ്ടാവുന്നതാണ് CAD എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യയുടെ മോണിറ്ററി പോളിസിയുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും? ഓവറോൾ ലെവൽ ഓഫ് ടാക്സേഷൻ കൂട്ടുന്നതാണോ? മോണിറ്ററി പോളിസി തന്നെ ടാക്സേഷൻ ആവാൻ ചാൻസ് ഇല്ല. പിന്നെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നതാണോ? അതാവാൻ ചെറിയൊരു ചാൻസ് ഉണ്ട്. ബാക്കി ഓപ്ഷൻ കൂടെ നമുക്ക് വായിച്ചു നോക്കാം. എക്സ്പോർട്ട് ലെഡ് ഗ്രോത്ത് ത്രൂ കറൻസി ഡിവാലുവേഷൻ, ബാലൻസ്ഡ് ബഡ്ജറ്റ് ഫോർ ഗവൺമെൻറ്. ഇതൊക്കെ ഗവൺമെൻറ് റിലേറ്റഡ് ആയതുകൊണ്ട് ആൻസർ വരെ 17B ആണ്. Which of the following refers to the study of the total aggregate level of output, income, employment, consumption, investment and price of the economy viewed as a whole? ഇതൊക്കെ ഏതിൽ വരുന്നതാ? മാക്രോ എക്കണോമിക്സ്. അത് പിന്നെ ചോദിക്കാനുണ്ടോ? ടോട്ടൽ എംപ്ലോയ്മെൻറ്റ്, അഗ്രിഗേറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്, കൺസംഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതൊക്കെ മാക്രോയിൽ വരുന്നതാണ്. ഹോൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. സോ ആസ് എ ഹോൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് മാക്രോ എക്കണോമിക്സ്. ഫേം ഈസ് ആൻ ഇൻഡസ്ട്രി ദാറ്റ് പ്രൊഡ്യൂസ് ഡിഫറൻഷ്യേറ്റഡ് പ്രോഡക്റ്റ്. ഫേമിൻ്റെ ഇൻഡസ്ട്രി ആയിട്ട് ഡിഫറൻഷ്യേറ്റഡ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് എത്തരത്തിലുള്ള മാർക്കറ്റ് സ്ട്രക്ചർ ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. മോണോപ്പൊളിസ്റ്റിക് ഒളിഗോപ്പൊളിസ്റ്റിക് ആവാൻ ചാൻസ് ഇല്ല. മോണോപ്പൊളിസ്റ്റിക്കലി കോമ്പറ്റീറ്റീവും പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് ആവാൻ ചാൻസ് ഇല്ല. പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് ഡിഫറൻഷ്യേറ്റഡ് പ്രൊഡക്റ്റ് ആണ് ഫേം ഇൻഡസ്ട്രി ആവുകയാണെങ്കിൽ ഐദർ മോണോപ്പൊളിസ്റ്റിക്, കോമ്പറ്റേറ്റീവ് ഓർ ഒളിഗോപ്പൊളിസ്റ്റിക് ആവാനാണ് ചാൻസ്. പിന്നെ മൾട്ടിപ്ലർ എഫക്റ്റ്, കെയ്നീഷ്യൻ എക്കണോമിക് റെഫേഴ്സ് ടു മൾട്ടിപ്ലർ എഫക്റ്റ് എന്നുള്ളത് എന്തിനാണ് പറയണേ? അതായത് നമ്മൾ ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഐ എന്നൊക്കെ പഠിച്ചില്ലേ ചേഞ്ചസ് മൾട്ടിപ്ലർ എഫക്റ്റിൻ്റെ. അത് ഏതിൽ വരുന്നതാണ്? ഇമ്പാക്ട് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന വ്യത്യാസമാണോ? അതുപോലെ ഇനീഷ്യൽ ചേഞ്ച് ത്രൂ ഔട്ട് ദ എക്കോണമിയിൽ മാഗ്നിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഇനീഷ്യൽ ചേഞ്ച് വരുന്നതാണോ? കൺസ്യൂമർ സ്പെൻഡിങ്ങിൽ വരുന്ന ടാക്സിൽ വരുന്ന മാറ്റമാണോ? എക്കണോമിക് ഗ്രോത്ത് ആണോ? ബി ആണ് ആൻസർ വരിക. പിന്നെ പ്രൈമറി മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഇൻകം, നാഷണൽ ഇൻകം യൂസിങ് ഇൻകം അപ്രോച്ച്. ഏതാണ് പ്രൈമറി മെത്തേഡ് എന്ന് പറയുന്നത്? നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ പ്രൈമറി മെത്തേഡ് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാ എക്സ്പെൻഡിച്ചേഴ്സും കൂട്ടുന്നതാണോ? ഒരിക്കലും അല്ല. എല്ലാ ഫാക്ടർ ഇൻകം കൂട്ടുന്നതാവാനാണ് ചാൻസ്. നമ്മൾ പറഞ്ഞില്ലേ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, ഓർമ്മയുണ്ടോ? മീൻസ് ആ ഒരു രണ്ട് സെക്ടേഴ്സൊക്കെ വെച്ചിട്ട്. ഇനി ബാക്കി ഓപ്ഷനെ വായിക്കേണ്ട, അതാണ് ആൻസർ. കാരണം ആ ഹൗസ് ഹോൾഡ് ഫേമിൻ്റെയും വെച്ചിട്ട് തന്നെ നമുക്കറിയാം ഫാക്ടർ ഇൻകം, ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എല്ലാം നോക്കിയിട്ട് റിവാർഡ്സ് ഇങ്ങനെയൊക്കെ നോക്കി ചെയ്യുന്നത്. അതാണ് ആൻസർ വരിക. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസേൺസ് കോമൺ ഓഫ് M1? നാരോസ് ഡെഫിനേഷൻ ഓഫ് മണി സപ്ലൈ. M1 ഏതിൽ വരുന്നതാണ്? മണി മാർക്കറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതിൽ വരുന്നതാണ്? കറൻസി സർക്കുലേഷനിൽ വരുന്നതാണ് M1 എന്ന് പറയുന്നത്. സെയിം ആയിട്ടുള്ള വീണ്ടും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സേവിങ് ഡെപ്പോസിറ്റ്, ഇതൊരു 3 ക്വസ്റ്റ്യനിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫാക്ടർ ഇൻകം, ദ ഫോളോയിങ് ഓഫ് ഫാക്ടർ ഇൻകം, ഇതിൽ ഏതാണ് ഫാക്ടർ ഇൻകം ആയിട്ട് പറയുന്നത്? ഏതാണ് നോക്കാണ്ടോ? പ്രോഫിറ്റ്. ഏതൊക്കെയാണ് ഫാക്ടർ ഇൻകം? റെന്റ്, വേജസ്, പ്രോഫിറ്റ് അല്ലേ? ഇതൊക്കെ ഏതാണ്? ഫാക്ടർ ഇൻകം അല്ലേ? ലാൻഡിന് റെന്റ്, ലേബർക്ക് വേജ്, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്, അതുപോലെ ഓർഗനൈസേഷനോ ഓണ്ടർപ്രണർക്ക് പ്രോഫിറ്റ്. സോ പ്രോഫിറ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കോമൺ റിസോഴ്സസിന് ഓവർ യൂസ് ചെയ്യുന്നതിനുള്ള കോമൺ സൊല്യൂഷൻ എന്താണെന്നുള്ളതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? ഗവൺമെൻറ് റെഗുലേഷൻസ് നല്ല രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് റിസോഴ്സസ് അല്ലെങ്കിൽ കോമൺ റിസോഴ്സിനെ ഓവർ യൂസ് ചെയ്യാതെ ഉപയോഗിക്കാം. ഓക്കെ,
അപ്പോൾ 4 RTPകളായിട്ട് നമ്മളൊരു 100ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. എല്ലാം ക്ലിയർ ആയിട്ടാണ് വിചാരിക്കുന്നു. കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയി വന്നിട്ടുണ്ട്. ആ റിപ്പീറ്റഡ് ആയി വന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആ പോർഷനൊക്കെ നല്ല രീതിയിൽ ഫോളോ ചെയ്യുക, നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക, നല്ല രീതിയിൽ എക്സാം എഴുതാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.